നമസ്കാരം. രക്തപരിശോധനകൾ ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കിഡ്നി ഫങ്ഷൻ എന്ന് വിശ്വസിച്ച് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള 3 പരിശോധനകളാണ് യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്. ഈ 3നെയും വില്ലന്മാരായിട്ടാണ് പലരും കാണാറുള്ളത്, അല്ലേ? ആ റിപ്പോർട്ട് കൈ കിട്ടുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഈ പറഞ്ഞ 3 ഏതെങ്കിലും ഒന്നിൻ്റെ ലെവല് കുറച്ച് കൂടിക്കിടക്കുന്നതായിട്ട് കാണുമ്പോൾ തന്നെ ആധിയായി, ആശങ്കയായി, ഭയങ്കരമായി ടെൻഷൻ അടിക്കും പലരും. എന്നിട്ടും നമ്മൾ ചിന്തിക്കാറില്ല ഇവ 3ഉം ഒരേ വസ്തുതയെ അല്ലെങ്കിൽ ഒരേ അവയവത്തെ അല്ലെങ്കിൽ ഒരേ പ്രശ്നത്തെ ആണോ കൈകാര്യം ചെയ്യുന്നത്, അതിനെയാണോ ഇവ സൂചിപ്പിക്കുന്നത്. അതായത് ഇത് 3ഉം ഒരേ ടീമാണോ എന്ന് നമുക്കൊരു ആശയക്കുഴപ്പം. 3ഉം കൂടി നമ്മൾ ചെയ്തിരിക്കുന്ന കിഡ്നി ഫംഗ്ഷന് വേണ്ടിയാണ്, യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്. പക്ഷെ ഇവ 3ഉം വ്യത്യസ്തമാണെന്നും നമുക്ക് എവിടെയൊക്കെ അറിയാം. എന്നാൽ എന്താണ് വ്യത്യാസം? ഇവയിൽ ഏത് സന്ദർഭത്തിൽ പ്രാധാന്യം കൊടുക്കണം, എങ്ങനെയാണ് ഇത് വിശകലനം ചെയ്യേണ്ടത്, എല്ലാം ഇൻഡെപ്തിൽ പറയാനുള്ളൊരു വേദിയല്ല ഇത്. സിമ്പിൾ, വളരെ ലളിതമായ രീതിയിൽ പറയാൻ ശ്രമിക്കാനാണ്. അപ്പോൾ താല്പര്യമുള്ളവർ തുടർന്ന് കാണുക. അല്ലെങ്കിൽ ഇതിൻ്റെ കഷ്ണമായിട്ട് ഞാൻ പിന്നീട് ഓരോ വിഷയത്തെയും കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ടാവും, അതിനും കാണുക. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇവ 3ഉം ഒരേ ടീമാണോ എന്നുള്ളത്, അതോ ഇത് വെവ്വേറെയാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർ ഇത് 3ഉം കൃത്യമായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് 3ഉം ഒരേ ടീമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാഴ്ചപ്പാടിലാണെന്ന് വെച്ചാൽ, ഇവ 3ഉം തമ്മിലുള്ള വേസ്റ്റ് കെമിസ്ട്രി, ഇത് ശരീരത്തിൽ വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ ആദ്യം കാണണം. വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വിഷം അല്ല. വേസ്റ്റ് എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഓരോ മെറ്റബോളിക് പ്രക്രിയയും, മെറ്റബോളിസത്തിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചേക്കരുത്, മെറ്റബോളിക് പ്രക്രിയകളുടെയും ഭാഗമായി വരുന്ന ചില പദാർത്ഥങ്ങൾ, ഉണ്ടാവുന്ന ചില പദാർത്ഥങ്ങൾ, ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചില പദാർത്ഥങ്ങൾ പിന്നീട് പുറത്തേക്ക് തള്ളിവിടാൻ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണിവ എന്നതിൻ്റെ അർത്ഥം വീണ്ടും പറയാണ് എന്ന് വിചാരിച്ച് ഇവ 3ഉം വിഷങ്ങളാണെന്ന് കരുതണ്ട. ശരീരത്തിന് പ്രശ്നമുണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാവുന്ന വസ്തുക്കൾ തന്നെയാണത്. അതുകൊണ്ട് ശരീരം ഇതിൻ്റെ ലെവല് വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തും. നോർമലി ലിവറും കിഡ്നിയൊക്കെ ചേർന്നിട്ടാണ് ഈ വേസ്റ്റിനെ പുറത്തേക്ക് തള്ളിവിടുന്നത്. അതെല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവ ഈ പറയുന്ന ഏറ്റവും പ്രധാനമായ ആ ഒരു ശരീരത്തിൻ്റെ അരിപ്പയായ കിഡ്നി ഫങ്ഷനെ സൂചിപ്പിക്കുന്ന ലെവൽസ് അല്ലെങ്കിൽ പരിശോധനകളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് കെമിസ്ട്രിയെക്കുറിച്ച് നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. ആദ്യം യൂറിയ. എന്താണ് യൂറിയ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും നമ്മൾ ഈ കൃഷിക്കാർ ഉപയോഗിക്കുന്ന ഒരു വളമാണ് യൂറിയ. ശരിയാണോ? വളരെ ശരിയാണ്. ഒരു വളം തന്നെയാണ്. നമ്മുടെ ശരീരം, എല്ലാ മൃഗങ്ങളുടെയും ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിയ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം യൂറിൻ, ആ വാക്കുകളിൽ തന്നെ ഒരു സാമ്യതയുണ്ട്, അല്ലേ? യൂറിയ, യൂറിൻ, ഈവൻ യൂറിക് ആസിഡ്, അതിന് പോലൊരു സാമ്യതയുണ്ട്. ഈ പറയുന്ന കെമിക്കൽസ് നമ്മുടെ ശരീരം പുറത്തേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനിയായ യൂറിയ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ നിന്നാണ് ഈ യൂറിയ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടിയ ഭക്ഷണ വസ്തുക്കളായ മീൻ, ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ എന്നിവ, അതിലൊക്കെ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ലിവറിൽ ദഹിച്ച് കഴിയുമ്പോൾ ലിവറാണ് ഈ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. കരളാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പ്രോട്ടീൻസ് കഴിച്ചാൽ, അത് മാംസാദികളായിക്കോട്ടെ, പയറുവർഗ്ഗങ്ങൾ അമിതമായി കഴിക്കുന്നവരായിക്കോട്ടെ, വോട്ടെവർ, അപ്പോൾ നിങ്ങളുടെ യൂറിയ ലെവൽ പൊടിക്ക് കൂടുതലായിട്ട് കാണപ്പെടാം. അപ്പോൾ ഹെവി പ്രോട്ടീൻസ് കഴിക്കുന്നവരും പിന്നെ അനാവശ്യമായ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവരുടെയൊക്കെ യൂറിയ ലെവൽ പൊതുവെ ഇത്തിരി കൂടുതലായിട്ട് കാണപ്പെടാം. ഇനി അടുത്തത് വരുന്നത് ഈ മൂവർ കൂട്ടത്തിലെ ഒരു സീരിയസ് കക്ഷിയാണ്. സീരിയസ് കക്ഷി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അയ്യോ എൻ്റെ അവസ്ഥ സീരിയസ് ആകുമോ, ഇയാൾ പേടിപ്പിക്കാനാണ് പറയുന്നത് എന്നൊന്നും ചിന്തിക്കരുത്. സീരിയസ് കക്ഷി എന്ന് പറയുമ്പോൾ
എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ് ക്രിയാറ്റിനിൻ. അപ്പോൾ ക്രിയാറ്റിനിൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാംസപേശികൾ, അതായത് സ്കെൽറ്റൽ മസിൽസ് ആവണമെന്നില്ല, എല്ലാ മസിൽസിൻ്റെ ചലനങ്ങൾ, ഓരോ തവണ മസിൽസ് അനങ്ങുമ്പോഴും അവിടെ നിന്ന് അതിൻ്റെ എനർജി മെറ്റബോളിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ക്രിയാറ്റിനിൻ. അതും ഒരു വേസ്റ്റ് പ്രോഡക്റ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്നികളിൽ നിന്ന് അരിപ്പകൾ ഇവയെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് തള്ളിവിട്ട് ഇതിൻ്റെ ബ്ലഡ് ലെവൽസ് വളരെ ഒരു നാരോ റേഞ്ചിൽ, വളരെ ചെറിയൊരു റേഞ്ചിൽ നിലനിർത്താൻ ശ്രമിക്കും. ആ ചെറിയ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 0.7 or 0.8 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 1 അല്ലെങ്കിൽ 1.1 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. 1 ആണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പൊതുവെ എടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് വഴിയെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നോർമലായിട്ടാണ് പോകുന്നത്, പെട്ടെന്ന് നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ വെറുതെ അങ്ങോട്ടൊന്നും അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. ആ റേഞ്ചിൻ്റെ അകത്ത്, ആ നാരോ റേഞ്ചിൻ്റെ അകത്ത് മാത്രമേ നിൽക്കുള്ളൂ. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ജിമ്മിലേക്ക് പോകുന്നു, എന്നിട്ട് കുറേ കസർത്ത് കാണിക്കുന്നു, നിങ്ങൾ ഓൾറെഡി മസ്കുലറാണ്, ഇപ്പോൾ നിങ്ങൾ കുറേ പ്രോട്ടീൻ സപ്ലിമെൻസും കഴിക്കുന്നു, അതിൻ്റെ കൂടെ നിങ്ങൾ ജിമ്മിൽ ഭയങ്കരമായിട്ട് കസർത്ത് കാണിക്കുമെങ്കിൽ ഈ ക്രിയാറ്റിൻ ലെവൽ കൂടാം. അല്ലെങ്കിൽ നിങ്ങൾ ഓടാനും ചാടാനും ഒക്കെ പോകും, അവിടെയൊക്കെ സ്കെൽറ്റൽ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ഒരുപാട് കൂടും. അപ്പോൾ അതിൻ്റെ മെറ്റബോളിസം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ക്രിയാറ്റിനിൻ പൊട്ടിക്ക് കൂടാം. മൂവർ സംഘത്തിലെ മൂന്നാമത്തേനാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വളരെ റോയൽ അല്ലെങ്കിൽ രാജകീയമായ ഒരു മാലിന്യം എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം, രാജകീയ മാലിന്യം. അപ്പോൾ എങ്ങനെയാണ് രാജകീയ മാലിന്യമാണ്? മറ്റൊന്നുമല്ല, പണ്ട് കാലങ്ങളിൽ ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത്, റോയൽറ്റി, ഈ രാജാക്കന്മാരുടെ ഇടയിലായിരുന്നു ഈ യൂറിക് ആസിഡ് കൂടുതലും കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് ഗൗട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യൂറിക് ആസിഡ് കൂടുമ്പോൾ ചിലവരുടെ ശരീരങ്ങളിൽ ഈ യൂറിക് ആസിഡ് ചെന്ന് സന്ധികളിൽ അടിഞ്ഞുകൂടും, പ്രത്യേകിച്ച് പാദത്തിൻ്റെ സന്ധികളിൽ അടിഞ്ഞുകൂടുകയും അതിൻ്റെ ഫലമായിട്ട് സന്ധിവേദനകളും പിന്നെ അവിടെ നീർക്കെട്ടും ഇങ്ങനെ ചുവന്ന് തടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുമായിരുന്നു. ഇപ്പോഴും കാണാറുണ്ട്. അതിനാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ യൂറിക് ആസിഡ് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പ്യൂറീൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് പ്രോട്ടീൻസിൻ്റെ മെറ്റബോളിസത്തിൽ നിന്നാണ്. പ്യൂറീൻസ്, പാരമിഡിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസിൻ്റെ 2 വകഭേദങ്ങളുണ്ട്. അവയിൽ പ്യൂറിൻ മെറ്റബോളിസത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അമിതമായി മദ്യം കഴിക്കുന്നവരും അതുപോലെ ബിയർ കുടിക്കുന്നവരിലുമാണ്. നോട്ട് ദ പോയിന്റ്. ബിയർ കുടിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നവർക്ക് തെറ്റി. കാരണം യൂറിക് ആസിഡിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെങ്കിൽ മറ്റുള്ള മദ്യങ്ങളെക്കാളും അപകടകാരിയായി മാറാം ബിയർ കുടിക്കുന്നത്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. അതുപോലെ മാംസാഹാരവും നേരത്തെ ഈ യൂറിയയെക്കുറിച്ചും ക്രിയാറ്റിനെക്കുറിച്ചും ബേസിക്കലി പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ പ്രോഡക്ട്സ് ആണ് ഈ പറയുന്ന 3: യൂറിയ, ക്രിയാറ്റിനിൻ ആൻഡ് യൂറിക് ആസിഡ്. ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇനി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, ഈ 3 എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ കിഡ്നികളുടെ അരിപ്പയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രമേഹം വരുമ്പോൾ ഈ അരിപ്പയിലൂടെയും ഇങ്ങനെ അമിതമായ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഈ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഈ ഗ്ലൂക്കോസ് ഒഴുകിക്കൊണ്ടിരിക്കും തോറും ഈ അരിപ്പയുടെ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ, ചെറിയ ദ്വാരങ്ങളുണ്ടല്ലോ, ഈ ദ്വാരങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കും. ഈ ദ്വാരങ്ങളുടെ ഇടയിലൊക്കെ അവിടെ രക്തധമനികളൊക്കെ പൊട്ടിയിട്ട് അല്ലെങ്കിൽ രക്തധമനികളിലുള്ള രക്തം ഒഴുകാതെ ആവുമ്പോൾ ഈ ദ്വാരങ്ങളൊക്കെ വലിയ ദ്വാരങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് ഈ കിഡ്നീസ് ലീക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആൽബുമിൻ ലീക്കിങ് എന്നൊക്കെ പറയാറുണ്ട്. ഹൈ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നൊക്കെ പറയും. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് മനഃപൂർവ്വമാണ്, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിൽട്ടർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു അരിപ്പയായിട്ട് അതിനെ സങ്കല്പിക്കുക. ഈ അരിപ്പയിൽ ദ്വാരങ്ങൾ വീണു, അല്ലെങ്കിൽ അത് കീറുന്നു, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കാൻ നേരത്ത് ആ തേയില നമ്മുടെ കപ്പിലേക്ക് വീഴുന്നു. അതാണ് സംഭവിക്കുന്നത്. സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ബേസിക്കലി കിഡ്നി ഡിസീസിന് ഒരു CRAB, ക്രാബ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടാറുണ്ട്. CRAB. ഇവ 4 ഘടകങ്ങളാണ്. ഈ 4 ഘടകങ്ങളിൽ 2 അതിൽ കൂടുതലുണ്ടെങ്കിൽ കിഡ്നി രോഗങ്ങൾ നമ്മൾ സംശയിക്കണം. ഏതൊക്കെയാണ്? ആദ്യത്തെ C, ദാറ്റ്സ് ഫോർ കാൽഷ്യം. കാൽഷ്യം ലെവലിൽ വ്യതിയാനങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ ആൾക്കാർക്ക്. പിന്നെ അടുത്തത്
ആർ ഫോർ ദ റീനൽ പാരാമീറ്റേഴ്സ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ക്രിയാറ്റിനിനാണ്. അപ്പോൾ ക്രിയാറ്റിൻ 1.5 മുകളിലേക്ക് പോകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തേത് അനീമിയ. അനീമിയ എന്ന് പറയുമ്പോൾ വിളർച്ച, ഹീമോഗ്ലോബിൻ കൗണ്ട് കുറയുന്നത്. ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കിഡ്നികളിൽ നിന്നുള്ള എരിത്രോപോയിറ്റിൽ നിന്നുള്ള ഒരു ഹോർമോണിൻ്റെ ഫലം കൊണ്ടാണ്. ഈ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കാരണം ഈ പറയുന്ന വ്യക്തികൾ, കിഡ്നി ഫങ്ഷൻ മോശമായിട്ടുള്ള വ്യക്തികളിൽ അനീമിയ ഉണ്ടാവാം, അതായത് വിളർച്ച ഉണ്ടാവാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ബി, അപ്പോൾ ബി ഫോർ ബോൺ ഇൻവോൾവ്മെൻറ്റ്, അതായത് അസ്ഥികളിൽ ബലക്ഷയം സംഭവിക്കാം, അസ്ഥികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. ഇതാണ് കിഡ്നി ഡിസീസ്. ഇതിൽ രണ്ടോ അതിൽ മുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കിഡ്നി ഡിസീസിനെ സൂചിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നുള്ളൊരു സാധനം. എന്താണ് ഈ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ? പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. സോ ബേസിക്കലി ഈ രക്തത്തിൽ ക്രിയാറ്റിനിൻ കൂടുന്നതിന് മുമ്പേ കിഡ്നിക്ക് പണി തുടങ്ങിയോ എന്നറിയാൻ വേണ്ടിയാണ് ഈ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ കിഡ്നികളെ അരിപ്പ എന്ന് പറഞ്ഞു അല്ലേ? ഈ അരിപ്പയുടെ പ്രവർത്തനം മോശമായി തുടങ്ങിയോ എന്നുള്ളത് ഈ അരിപ്പയിൽ സുഷിരങ്ങളോ അല്ലെങ്കിൽ ദ്വാരങ്ങൾ വീഴുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വലിയൊരു പരിധിവരെ സാധിക്കുന്ന ഒരു പരിശോധനയാണ് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഇതിൽ ചെറിയ വ്യതിയാനങ്ങളാണ് ആദ്യം കാണുന്നത്, പക്ഷെ പലപ്പോഴും അത് അവഗണിക്കപ്പെടും. അതാണ് പിന്നീട് ക്രിയാറ്റിൻ ലെവൽ കൂടി വരാൻ കാരണമാവുന്നത്. ആൻഡ് യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ ലെവൽ ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നോർമലൈസ് ആവാൻ അസാധ്യമാണ്. എന്നാൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അങ്ങനെയല്ല. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നമുക്ക് പലപ്പോഴും റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ അരിപ്പയ്ക്ക്, കിഡ്നി എന്ന ആ അരിപ്പയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, അതായത് ആൽബുമിൻ എന്നുള്ള ആ പ്രോട്ടീൻ മൂത്രത്തിലൂടെ ചോർന്നു പോയി തുടങ്ങും. അതറിയാലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അരിപ്പയ്ക്ക് ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ദ്വാരങ്ങൾ വീഴുമ്പോൾ വലിയ തന്മാത്രയുള്ള, അതായത് വലിയ മോളിക്യുലർ വെയിറ്റുള്ള ആൽബുമിൻ അതിൽ കൂടി ലീക്ക് ഔട്ട് ചെയ്ത് വേണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ അരിപ്പയ്ക്ക് കേടുപാട് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ലെവൽ? 30 മില്ലിഗ്രാം ഓഫ് ആൽബുമിൻ ആണ് കട്ട് ഓഫ്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കിഡ്നികളിലൂടെ പ്രോട്ടീൻസ് ചോർന്നു പോകുന്നു എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ നോർമലായിരിക്കും കേട്ടോ. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിയാറ്റിനെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ കിഡ്നി ഫങ്ഷൻ മെഷർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അളന്നെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ടേക്ക് ഹോം മെസ്സേജ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പ്രാധാന്യം? അപ്പോൾ ഈ രണ്ട് ടെസ്റ്റുകളുടെയും പ്രാധാന്യം, ചിലർക്ക് രക്തത്തിൽ ക്രിയാറ്റിനിൻ നോർമലായിരിക്കും ഈ പറഞ്ഞ പോലെ. അപ്പോൾ നോർമൽ ക്രിയാറ്റിൻ ലെവൽ ഉണ്ടാവാം, എന്നാൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അതായത് യൂറിനിലൂടെ ആൽബുമിൻ ലീക്ക് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രശ്നം പതുക്കെ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ആവാം? പലരും പറയും മൂത്രത്തിൽ പത. ഇല്ല, മൂത്രത്തിൽ പത ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ മൂത്രത്തിൽ പതയുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ കിഡ്നികൾക്ക് കേടുപാടുണ്ട് എന്ന് പറയാനും സാധിക്കില്ല. ഇപ്പോൾ കുറേ നേരം വെള്ളം കുടിക്കാതെ ഇരുന്ന് കോൺസെൻട്രേറ്റഡ് യൂറിൻ, രാത്രി മുഴുവൻ വെള്ളം കുടിക്കാതെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അല്ലേ? രാവിലെ എഴുന്നേറ്റ് പുരുഷന്മാർ എസ്പെഷ്യലി ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ജെറ്റ് പോലെ എന്ന് പറഞ്ഞ് മുള്ളിയിട്ടുണ്ടെങ്കിൽ അത് പതഞ്ഞു പൊങ്ങും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കിഡ്നികൾ അടിച്ചു പോയി എന്നല്ല. സ്ത്രീകൾക്ക് ഈ ഒരു മാറ്റം, ഈ രീതിയിലല്ല അവർ മൂത്രം ഒഴിക്കുന്നത്, അതുകൊണ്ട് അവർക്കത് കാണാൻ സാധിച്ചില്ലെന്ന് വരാം. അതിൻ്റെ അർത്ഥം അവരുടെ കിഡ്നികൾക്ക് കുഴപ്പമില്ലെന്നാണോ? ഒരിക്കലും അല്ല. മാത്രമല്ല, തലേന്ന് നിങ്ങൾ ഹാർപ്പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ട് നിങ്ങളുടെ ബാത്റൂം ടോയ്ലറ്റ് ബൗൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിലിപ്പോഴും ഹാർപ്പിക്കിൻ്റെ അവശിഷ്ടം ഉണ്ടെന്ന് കരുതുക, അതിലേക്കാണ് നിങ്ങൾ ഇങ്ങനെ മുള്ളുന്നത്. അപ്പോൾ അത് പതഞ്ഞു പൊങ്ങും. അയ്യോ എൻ്റെ മൂത്രത്തിൽ പതയുണ്ട്, എൻ്റെ കിഡ്നി അടിച്ചു പോയി എന്ന് പറയണ്ട. അപ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ക്രിയാറ്റിൻ ലെവലിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടാകും. ഉദാഹരണം, നല്ല മസിലൊക്കെ ഉള്ളൊരു യുവാവാണെന്ന് കരുതുക, പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം നല്ലപോലെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവൽ 1.3 അല്ലെങ്കിൽ 1.4 ആയിരിക്കാം. അതിൻ്റെ അർത്ഥം അങ്ങേരെ കിഡ്നികൾക്ക് കുഴപ്പമുണ്ടെന്നാണോ? അല്ല, അങ്ങേർക്ക് നല്ല മസിൽ മാസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങേരെ ക്രിയാറ്റിൻ ലെവൽ പൊട്ടിക്ക് കൂടുതലായിട്ട് കാണപ്പെടാം. അപ്പോൾ മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നോർമൽ ആണെങ്കിൽ ഈ ഒരു ക്രിയാറ്റിൻ ലെവൽ മാത്രം കണ്ട് ആശങ്കപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഇത്ര മനസ്സിലായല്ലോ? അതിനോ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്
ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ടൂ മച്ച് ഓഫ് ടെക്നിക്കൽ വേർഡ്സ് അല്ലേ, അതായത് സാങ്കേതിക പദങ്ങളുടെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ചില സാങ്കേതിക പദങ്ങൾ അതേ ഭാഷയിൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നുള്ളത് മൂത്രത്തിലെ ആൽബുമിൻ്റെയും ക്രിയാറ്റിൻ്റെയും അനുപാതം എന്ന് പറഞ്ഞാൽ ഡസൻ മേക്ക് എനി സെൻസ്, ബിക്കോസ് അതിന് UaCR എന്നുള്ളത് തന്നെയാണ് വാക്ക് വരുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബിയറും റെഡ് മീറ്റും കൂടുതൽ കഴിക്കുന്നവർ സൂക്ഷിക്കുക, ബിക്കോസ് യൂറിക് ആസിഡിൻ്റെ അളവും. അതുപോലെ ഇനി ശ്രദ്ധിച്ചോളൂ, കിഡ്നികളിൽ കല്ല് വരാനുള്ള സാധ്യതയും 80%, 80% കൂടുതലാണ്. അതായത് കയ്യിൽ ഒരു മഗ് ബിയറും മറ്റേ കയ്യിൽ ഒരു ചിക്കൻ ലെഗ് പീസും കടിച്ച് മുറിച്ച് കഴിക്കുന്നു, എന്നിട്ട് ബിയറും സ്റ്റൈലും നോ, നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺസ് വരാനുള്ള സാധ്യത 80% കൂടുതലാണ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചുരുക്കി പറയാം ഇതിൻ്റെ ഒരു സമ്മറി. അപ്പോൾ ചുരുക്കത്തിൽ എന്താ, ക്രിയാറ്റിനിൻ എന്നുള്ള ആ വാല്യൂ, ആ ടെസ്റ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കിഡ്നികളുടെ ഫിൽട്ടറിങ് പവർ, കിഡ്നികൾക്ക് ഈ അരിപ്പകളായിട്ട് പ്രവർത്തിക്കാൻ എത്രത്തോളം സാധിക്കുന്നു, ആ അളവാണ് സീറം ക്രിയാറ്റിനിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്നാൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കിഡ്നികളുടെ ചോർച്ചയാണത് സൂചിപ്പിക്കുന്നത്. അതാണ് അളന്ന് തിട്ടപ്പെടുത്തുന്നത്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്? ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. ഹലോ, ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ചാനലല്ലാതെ ഇതിൽ യാതൊരു ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾ ഈ ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ ആ ഇഞ്ചക്ഷൻ എടുക്കണം, മറ്റേ മരുന്ന് കഴിക്കണം, അത് പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നുമില്ല. അതിനു വേണ്ടിയുള്ളൊരു ചാനലല്ല ഇത്. അവബോധം ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഈ വാക്കുകളെ പരിചയപ്പെടുത്താനും, എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിനെ സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവനെ സ്പർശിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം മാത്രമാണ്. സോ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടത്തുന്നതല്ല, ദയവായിട്ട് ഓർക്കുക. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രമേഹത്തിന് അങ്ങനെ അവഗണിക്കരുത്. ബ്ലഡ് പ്രഷർ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ലാത്ത ഒന്ന്. അപ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൺട്രോൾ, പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം തന്നെ അറിയാം, വെള്ളം കുടിയല്ല. ഓക്കെ. പിന്നെ ചില സെൽഫ് മെഡിക്കേഷൻസ്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, പെയിൻ കില്ലേഴ്സ് ഒരു കാരണവശാലും പാടില്ല. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും കിഡ്നി രോഗം ഉണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോഴോ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴോ വളരെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലിന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡു ഷെയർ ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.